രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഏടുകളിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രണയപ്പകയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ഇടതുപാതകൾ ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ കൈപിടിച്ച് നടക്കുന്നു എന്ന ചോദ്യത്തിന് പിന്നിൽ പഴയൊരു സൗഹൃദം ശത്രുതയിലേക്ക് വഴിമാറിയതിന്റെയും വിശ്വാസങ്ങൾ രാഷ്ട്രീയ തന്ത്രങ്ങളോട് കലഹിച്ചതിന്റെയും കൗതുകകരമായ ഒരു ചരിത്രമുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളക്കര ഒരുങ്ങുമ്പോൾ ആ കഥ കൂടി നമ്മൾ അറിയണമല്ലോ അല്ലേ? ഈ കഥ തുടങ്ങുന്നത് 1960കളുടെ അവസാനത്തിലാണ്. മലബാറിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് കരുത്തും ലീഗിന്റെ ജനസ്വാധീനവും ഒത്തുചേർന്നാൽ കോൺഗ്രസ് എന്ന വടവൃക്ഷത്തെ വീഴ്ത്താമെന്ന് EMS നമ്പൂതിരിപ്പാട് കണക്ക് കൂട്ടിയിരുന്ന കാലം. അങ്ങനെ 1967 ആ വിസ്മയം സംഭവിച്ചു. സപ്തകക്ഷി മുന്നണി. മുസ്ലിം ലീഗ് നേതാക്കൾ ചുവപ്പൻ കൊടിക്കീഴിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. CH മുഹമ്മദ് കോയയും അഹമ്മദ് കുരിക്കളും EMSനൊപ്പം ഭരണചക്രം തിരിച്ചു. മലപ്പുറം ജില്ല എന്ന ലീഗിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായത് ഈ മധുവിധ കാലത്തായിരുന്നു. എന്നാൽ ആ ചങ്ങാത്തത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭരണസിരാ കേന്ദ്രങ്ങളിൽ അധികാരത്തിന്റെ വീതം വെപ്പിനെ ചൊല്ലി തർക്കങ്ങൾ മുളപൊട്ടി തുടങ്ങി. അഴിമതി ആരോപണങ്ങളുടെയും പരസ്പരമുള്ള അവിശ്വാസത്തിന്റെയും പുകപടലങ്ങൾക്കിടയിൽ 1969 ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണു. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ട പേര് CH മുഹമ്മദ് കോയയുടെ തന്നെയാണ്. EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഭരണപരമായ പല കാര്യങ്ങളിലും ഉടക്കി നിന്ന വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും CPM തടസ്സം നിൽക്കുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ തുടങ്ങി. CPIയുമായി ചേർന്ന് ഒരു പുതിയ ബദൽ രൂപീകരിക്കാൻ CH ആണ് ചരടുവലികൾ നടത്തിയത്. പക്ഷേ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഒരു കോൺഗ്രസ് നേതാവ് കൂടി ഉണ്ട് കേരളത്തിൽ. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ചാണക്യൻ എന്നറിയപ്പെടുന്ന K കരുണാകരനായിരുന്നു അത്. ലീഗിനെ ഇടതുപാളയത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ അദ്ദേഹം നിരന്തരം CH മുഹമ്മദ് കോയയുമായി ചർച്ചകൾ നടത്തി. അങ്ങനെ മുന്നണിക്കുള്ളിൽ CPM മന്ത്രിമാർക്കെതിരെയും ലീഗ് മന്ത്രിമാർക്കെതിരെയും പരസ്പരം അഴിമതി ആരോപണങ്ങൾ വരെ ഉയർന്നു കേട്ടു. അന്വേഷണം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ EMSും CHും തമ്മിൽ വലിയ തർക്കങ്ങൾ നടന്നു. ഇത് ബന്ധം കൂടുതൽ വഷളാക്കി. ഏറ്റവും ഒടുവിൽ EMS സർക്കാരിനുള്ള പിന്തുണ ലീഗ് പിൻവലിച്ചു. അവിടെ നിന്നാണ് മലയാളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകത്തിന് തിരശീല ഉയർന്നത്. CPMനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ലീഗ് അന്ന് അണിനിരന്നത് കോൺഗ്രസിനും CPIക്കുമൊപ്പമായിരുന്നു. C അച്യുതമേനോന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വന്നപ്പോൾ പഴയ സുഹൃത്തായ CPM പുറത്തായി. കൂടെ നിന്ന ചങ്ങാതി പിന്നിൽ നിന്ന് കുത്തി എന്ന മുറിവ് CPMന്റെ മനസ്സിൽ ഒരു കനലായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. ലീഗിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് CPMും കമ്മ്യൂണിസം വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്ന് ലീഗും പരസ്യമായി പ്രഖ്യാപിച്ചു തുടങ്ങിയത് അന്നു മുതലാണ്. പിന്നീട് പലപ്പോഴും ഇടതുപക്ഷം ലീഗിനെ മാടി വിളിച്ചിട്ടുണ്ട്. എങ്കിലും ലീഗ് കോൺഗ്രസിനൊപ്പം ഉറച്ചു തന്നെ നിന്നു. അതിന് പ്രധാനമായും ഒരു കാരണമുണ്ട്. കോൺഗ്രസിന്റെ വിശാലമായ മതേതര പന്തലിൽ ലീഗിന് വലിയൊരു സ്ഥാനമുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ കാരണം. എന്നാൽ CPM എന്ന കേഡർ പാർട്ടിയോടൊപ്പം ചേർന്നാൽ തങ്ങളുടെ അസ്തിത്വവും വോട്ട് ബാങ്കും അവർ വിഴുങ്ങിക്കളയുമോ എന്ന ഭയം ലീഗിനെ ഇപ്പോഴും പിന്നോട്ട് വലിക്കുന്നു. ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടിക്ക് ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകളെക്കാൾ മാനസികമായ അടുപ്പം തോന്നിയത് കോൺഗ്രസിന്റെ മിതവാദ രാഷ്ട്രീയത്തോട് തന്നെയാണ്. ഇന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴും ഇടതുപക്ഷം സ്നേഹഹസ്തം നീട്ടാറുണ്ട്. എന്നാൽ 1969 ആ പിളർപ്പും പിന്നീട് രൂപപ്പെട്ട വിശ്വാസപരമായ അകലവും ഇന്നും ഒരു വലിയ കടലായി അവർക്കിടയിൽ ഇരമ്പുന്നുണ്ട്. ആ പഴയ ശത്രുത ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ഒരു വറ്റാത്ത കഥയായി തുടരുന്നു.